രവീന്ദ്രൻ പട്ടയത്തിൽ സർക്കാരിനെ മുൾമുനയിൽ നിർത്തി ഹൈക്കോടതി. ആത്മാർത്ഥമായ അന്വേഷണം നടന്നില്ലെന്ന് വിമർശനം. വ്യാജ പട്ടയ കേസുകളിൽ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി അന്വേഷണം വേണമെന്നും കോടതി. മൂന്നാർ കയ്യേറ്റം അന്വേഷണത്തിനായി പ്രത്യേക സംഘം രൂപീകരിക്കുമെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. രവീന്ദ്രൻ പട്ടയ കേസിൽ ഉൾപ്പെടെ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചുവെന്നാരാഞ്ഞുകൊണ്ടായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിമർശനം. വ്യാജ പട്ടയ കേസുകളിൽ പലതിലും ഗൂഢാലോചന കുറ്റം മാത്രം ചുമത്തിയെന്ന കോടതിയുടെ ചോദ്യത്തിന് കൂടുതൽ വകുപ്പുകൾ ചുമത്തുവാൻ തെളിവുകളില്ലെന്നായിരുന്നു സർക്കാരിന്റെ മറുപടി. സംശയത്തിന്റെ പുറത്ത് നടപടി സ്വീകരിക്കാനാകില്ലെന്നും സർക്കാർ നിലപാടെടുത്തു. 42 വ്യാജ പട്ടയ കേസുകളിൽ നടപടികൾ പുരോഗമിക്കുന്നുവെന്ന് സർക്കാർ അറിയിച്ചെങ്കിലും അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം. വ്യാജ പട്ടയ കേസുകൾ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ കൂടി ഉൾപ്പെടുത്തി അന്വേഷിക്കണം. ഉദ്യോഗസ്ഥർ പണം വാങ്ങിയോ എന്ന കാര്യങ്ങളും അന്വേഷിക്കണം. ഇതിന്റെ നടപടി റിപ്പോർട്ട് സമർപ്പിക്കുവാനും സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. അതേസമയം മൂന്നാർ കയ്യേറ്റത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ 2-3 ആഴ്ചയ്ക്കുള്ളിൽ നിയോഗിക്കുമെന്നും സംഘത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർ ഉണ്ടാകുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. മൂന്നാറിന് പുറമെ വാഗമണ്ണിലും കയ്യേറ്റമുണ്ടെന്ന് വ്യക്തമാക്കിയ കോടതി റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹായം ഇല്ലാതെ കയ്യേറ്റം നടക്കില്ലെന്നും ചൂണ്ടിക്കാട്ടി. ഏലം കുത്തകപ്പാട്ട ഭൂമിയിലെ നിർമ്മാണത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു. വ്യാജ പട്ടയ കേസുകളിൽ നടപടി റിപ്പോർട്ട് സർക്കാരിനോട് ആവശ്യപ്പെട്ട കോടതി മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കാനായി മാറ്റി. ജനം, കൊച്ചി.